ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പഴമടുക്കാണ്. പഴം വെച്ചുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഈ പഴം അടുക്കുണ്ടാക്കാനായിട്ട് ഞാൻ 3 പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരുപാട് പഴുത്ത് പോകരുത്. എന്നിട്ട് ഇതാ ഒരു പഴം ഇതുപോലെ നീളത്തിൽ കനം കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് പാനിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് അടിഭാഗം ഒന്ന് കളർ മാറി തുടങ്ങിയപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങിയാൽ മതി കേട്ടോ. ഒരുപാടൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വാട്ടിയെടുത്താൽ ഇതൊന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ എല്ലാ പഴവും കട്ട് ചെയ്ത് ഇങ്ങനെ വാട്ടിയെടുക്കാം. ഇനി പഴം വാട്ടിയ നെയ്യിലോട്ട് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഓപ്ഷനിലാണ് കേട്ടോ. നട്ട്സ് ഇല്ലാതെ തേങ്ങ മാത്രം ചേർത്തും ഉണ്ടാക്കിയെടുക്കാം. നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഇതിലോട്ടൊരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. 2 കോഴിമുട്ടയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് അടിച്ചെടുക്കാനായിട്ട് 1 കപ്പും പിന്നെ ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനപ്പോൾ ഒരു പാനിലോട്ട് ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തേങ്ങയുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം.
ഇതിൻ്റെ മുകളിലോട്ടും ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ. കൂടി പോകരുത്, അതല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുത്താൽ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ടച്ച് ആവുന്ന പോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും വെക്കുമ്പോൾ സെൻറ്ററിൽ സ്പേസ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഫില്ലിങ്. അതല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. ഈ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കപ്പോൾ ഇഷ്ടമുള്ള ലെയറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 4 ലെയറിലും 3 ലെയറിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം നെയ്യാണ് കേട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിം ആക്കി ഒന്ന് അടച്ചു വെക്കണം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിം ആക്കി ഒന്ന് അടച്ചു വെച്ചിരുന്നു. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്